ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ നമ്മുടെ പട്ടീന നമ്മുടെ തിരുച്ചി ഈ പറയുമ്പോൾ അനന്തുവിനെതിരെ ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അനന്തു അതിനെ എന്താന്ന് പറയുക ഊക്കി വിട്ടെന്ന് പറഞ്ഞാൽ ഊക്കി വിട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ലൈഫ് ഓഫ് അനന്തു എനിക്കും ഫേവറേറ്റ് ഒരു ചാനലാണ്. അവിടെ ഫേവറേറ്റ് ആണെന്നൊക്കെ പറയാൻ പോയതാണ്. പക്ഷേ അണ്ണാക്കിലടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ അണ്ണാക്കിലടിച്ചു കൊടുത്തു. അനന്ത് വേറെ ലെവലാണ് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് എന്താ പറയുന്നത്. അതോടെ തീർച്ചയായും ഒരു പുതിയ പേരും കൂടെ വീണിരിക്കുകയാണ്, പട്ടീന ബീബി. അതായത് ഇത് ഇല്ല, പട്ടികളെ ന്യായീകരിക്കും മാതിരിയാണ് തീർച്ച അവിടെ വന്നിരുന്ന് ന്യായീകരിച്ചു. വേറൊന്നുമല്ല, മീനു മുനീറിനെ എൻ്റെ സൽപ്രവർത്തികളെ ഉയർത്തിക്കാട്ടിയിട്ട് ഇതേ കണക്ക് അവർ തന്നെ പറയുന്നുണ്ട്. ഇതേ കണക്ക് ഇവരെ പൈസ കൊടുത്ത് ഇറക്കിയതാണ്, ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് പൈസ കൊടുക്ക ഇറക്കിയതാണ്. അപ്പോൾ അനന്ത് പറഞ്ഞ് അങ്ങനെയുള്ളവരെ നിങ്ങളങ്ങോട്ട് ന്യായീകരിച്ചാൽ മതി, അല്ലെങ്കിൽ പണം കൊടുത്തിട്ടുള്ള ഇത് നിങ്ങൾ ന്യായീകരിച്ച് അങ്ങോട്ട് പോയാൽ മതി, അല്ലാതെ വേറെ ആരെയും ഞങ്ങളെ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? പണം കൊടുത്തിറക്കിയ ഇതേ കണക്കുള്ള നാരികളെ, തലയ്ക്ക് സുഖമില്ലാത്ത കേസുകളെ ഒന്നും ഞങ്ങൾ ന്യായീകരിക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജെനുവിനായിട്ട് ഈ പറയുന്ന ഒരു കേസിലുള്ളവരെയും കൂടെ അത് മോശമായിട്ട് ബാധിക്കും. ഈ തിർച്ചിയുടെ അവസ്ഥ എല്ലായിടവും ഇങ്ങനെയാണ്. നേരത്തെ കാതർക്കരി പുരിയുടെ അടുത്ത് പോയിട്ട് അവിടുന്ന് മുട്ട ഒരു ഊക്ക് കെട്ടി ഈ പറയുമ്പോൾ തിർച്ചിയുടെ എന്ന് പറഞ്ഞാൽ ഈ സ്ലൈപ്പ് ചെയ്യുമ്പം കുറച്ച് 4 പേര് കാണുന്നല്ലാതെ തിർച്ചിക്ക് അല്ലാതെ വലിയ വ്യൂ ഒന്നുമില്ല. ആകെ ലൈവിലുള്ള വ്യൂവേ ഉള്ളൂ. അത് സ്കൈപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ആരും പണ്ടത്തെ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. തിർച്ചിക്ക് അങ്ങനെ വലിയ വ്യൂസ് ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പം ആ ഒരു ഇതിൽ നേരെ പോയിട്ട് എന്താ പറയുക, കാതർക്കരിപ്പൊടിയും അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റിനെയൊക്കെ പറയുമാതിരി അനന്തുവിൻ്റെ അടുത്തോട്ട് ചെന്ന അനന്തു വാരി വലിച്ചിട്ട് ചവിട്ടി തേച്ച് ഒട്ടിച്ച് ഇഞ്ഞ് വിട്ടു. അപ്പം ഇനി ഉളുപ്പുണ്ടോടി നിനക്ക്? പോയി ചത്തോടെയടി പട്ടീനെ. അപ്പം പട്ടീന ഇന്ന് വേറൊരു കാര്യം പറയുന്നുണ്ട്. മുഹമ്മദ് നബി ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുവാണ്, ഇത്രയും മോശമായ 10ഉം 15ഉം ഇത് എന്താ പറയുന്നത് പെണ്ണൊക്കെ കെട്ടിയെന്ന് നിങ്ങൾ പറയുന്ന, ഇത്രയും എന്താ അസഭ്യമായി നിങ്ങൾ കാണുന്ന അതേ മുഹമ്മദ് നബിയുടെ പേരല്ലേ സ്വന്തം മക്കൾക്ക് വെച്ചേക്കുന്നത്? അപ്പോൾ അവന്മാരും ഇതാ പൊട്ടനാ എന്തോന്നാടി എടി. കാലം കാത്തു വെച്ച കാവ്യ നീതി എന്ന് പറയുമ്പോൾ നിന്റെ മക്കളുടെ പേരിൽ തന്നെ മുഹമ്മദ് ഉണ്ടോ? നീ ഇപ്പോഴും ആ പേരുകളിൽ തന്നെ ഇതാവില്ലേ? ബീവി മുസ്ലിമിൻ്റെ എടി മുസ്ലിം നാമധാരിയാണ് നീ. ആ ബീവി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ബഹുമാനപൂർവ്വം വിളിക്കുന്ന ഒരു പേരാണ്. നീ ഇപ്പോഴും അത് ചുവന്നുകൊണ്ട് നടക്കുന്നില്ലേ? ജാതി മതവും ഒക്കെ അവിടെ നിൽക്കട്ടെ, എന്തിനാണ് സ്വന്തം പല്ലിടയിൽ ഇങ്ങനെ ഇട്ട് കമ്പി തോട്ടി കയറ്റി ഇങ്ങനെ ഇതാവുന്നു? 2 ദിവസം മുമ്പ് തമിഴന്മാരുടെ ചാനലിൽ ഇട്ട് തെറി വിളിക്കുന്നു. ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാം. തമിഴന്മാർ വരെ വായി വരുന്ന തെറി വിളിക്കുവാണ് ഈ തിർച്ചയിൽ. ഇതൊന്നും പോരായിട്ട് ഓടി കടന്ന് ഇതെല്ലാം ചെയ്തിട്ട് ഇതിന് മുമ്പ് ജിനൂസ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഗുസ്തിക്ക് പോയി ഈ പറയുമാതിരി ഒരു ഓസ്ട്രേലിയക്കാരി ഒരു പന്ന കഴിവറുടെ മോളുടെ പൈസയും വാങ്ങിച്ചുകൊണ്ട് ജിനൂസ് എന്ന് പറയുന്ന ചാനലിൻ്റെ പുറകെ പോയി ഉള്ള തെറി എല്ലാം വാങ്ങിക്കിട്ടി. അവിടെ ചെന്ന് തെറി പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ബാക്കിയുള്ള ചാനലിനെ ഇപ്പം പ്രൈമറി കാതർക്കരിപ്പൊടിയോ അല്ലെങ്കിൽ കൈസിനെയോ ഒക്കെ പ്രൈമറി ആണെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ നല്ലത്, അത് നമ്മുടെ ചാനൽ വഴിയാണ് കൊടുത്തത് കേട്ടോ, നല്ലത് കൊടുത്തപ്പോൾ സഹിച്ചില്ല. നേരെ വീട്ടിൽ അതിന് മുമ്പ് എൻ്റെ വീട്ടിൽ കയറി വന്നിരുന്നു, കുറേ നാടകമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി. പിന്നെ ജിനൂസിൻ്റെ വീട്ടിൽ പോയി അവരുടെ അമ്മ ഒരു ഇതെടുത്തപ്പോൾ ഉണ്ട് നിന്നങ്ങോട്ട് മുള്ളക്കം തുടങ്ങി. എന്നിട്ട് പറയുവാണ് എൻ്റെ AC-യുടെ വെള്ളമാണ് അവളുടെ കാലിൽ കൂടെ പോയെന്ന്. അവളുടെ കാറിൻ്റെ AC-യുടെ വെള്ളം അവളുടെ കാലിൽ കൂടെ പോകുന്ന പുതിയ ടെക്നോളജിയിലുള്ള രീതിയിലാണ് അവളുടെ പുതിയ അവകാശവാദങ്ങളൊക്കെ. നാണം ഉണ്ടോടി തീർച്ചയായും. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടപ്പക്കോൻ്റെ വീട്ടിൽ പോയി നാണം കിട്ടി കേട്ടോ. നമ്മൾ ഈ വീഡിയോയിലൊക്കെ വെക്കുന്ന ഉണ്ടപ്പക്കോൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ ചെയ്യും, അത് ഭയങ്കര നാണക്കേടാണ്, ഇവർക്ക് ഭയങ്കര അപമാനം വന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഉണ്ടപ്പക്കോൻ്റെ ഫോട്ടോ ധൈര്യമായിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടപ്പക്കോനെ പോയി ബന്ധപ്പെട്ടിരുന്നു. അവർ ഇറക്കി വിട്ട് ഞങ്ങളുടെ മീമൊക്കെ പോകുന്നത് ഞങ്ങൾക്ക് നല്ലപോലെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവമാനിച്ചെന്ന് പറഞ്ഞാൽ വെറും പട്ടിയാക്കി ഇറക്കി വിട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞോണ്ട് ഈ പറയുമാതിരി നമ്മുടെ അമൃത അബീഡ് അവരുടെ അടുത്തേക്ക് ചെന്നു. അവരും പുച്ഛിച്ചു വിട്ടു.
പിന്നെ ഇവള് പലപ്പോഴും പറയുന്നുണ്ട് അഭിരാമി ഇവരുമായിട്ട് അമൃതയായിട്ടൊക്കെ ഇവർക്ക് ഭയങ്കര ബന്ധമാണ്. അങ്ങനെയൊന്നുമല്ല. ഒരു നാറി ഒരു വക്കീലുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കേസ് ഇടപെടുന്നത്. ഇവനാണ് ഈ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഈ പെണ്ണുമ്പിള്ളക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവര് കുറച്ച് കഴിയുമ്പോൾ അവനെ നേരിട്ട് കണ്ടോളും, അത് വേറെ കേസ്. അപ്പൊ ഇതേ കണക്കുള്ള തന്തയില്ലാത്തവന്മാരാണ് ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ഇതേ കണക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി മറ്റുള്ളവരും കൂടെ കൊണ്ട് ഈ തിരച്ചി സപ്പോർട്ട് ചെയ്യുമ്പം തന്നെ ഈ കുട്ടികൾക്ക് വലിയൊരു ദ്രോഹമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പം ഗ്രാജുവലി പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പറയുന്ന വക്കീല് ഒരു നാറി അതിപ്പം കേസ് എഴുതുന്നിടം വരെ ചുമന്നല്ലി പറ്റും, അതുകൊണ്ട് ചുമക്കുന്നതാണ്. അപ്പൊ ഇതാണ് സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തിരച്ചിന്ന് ഇനി ഇപ്പം വിളിച്ചിട്ട് കാര്യമില്ല. പട്ടീന ബീബി, നിന്റെ മക്കളുടെ പേരെന്താടി പറ. അത് ഈ മുഹമ്മദ് ഉണ്ടല്ലോ, അതിന്റെ അവരുടെ അപ്പന്റെ പേരൊന്നും അല്ലല്ലോ, മുഹമ്മദ് നബിയുടെ പേര് തന്നെയല്ലേ. അത് ചുമന്നുകൊണ്ട് ഇറക്കുന്നതിനൊക്കെ ഒരു ലേശ ഉളുപ്പ് കണ്ടുപിടി, കഴിവാട്ടാ മോളെ. പിന്നെ നീ വലിയ തല്ലുകാരി എന്നൊക്കെ പറയുന്ന കേട്ട് നീ ഫിജോയുടെ വീട്ടിൽ തല്ലാൻ പോയിട്ട് എന്താ പറയുന്നത്, ഫിജോ അവിടെ വന്നപ്പം പറഞ്ഞു ഞാൻ അടുത്ത വെള്ളിയാഴ്ച എടുത്തോളാം എന്ന് പറയുന്ന കേട്ട് നീ അന്വേഷിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ആംഗ്യം ഇതൊക്കെ കാണിച്ചപ്പോൾ അവരാ വഴിയിൽ പോയി ഇന്നെടുത്തിട്ട് നീ അവിടെ എങ്ങും കണ്ടില്ലല്ലോ, ആ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ. അപ്പം നീ ആരുടെ വീട്ടിലാണ് പോയത്? നിന്റെ ഇളയ മോനിപ്പം കയറി പിടിച്ചവളല്ലേ വീട്ടിലോ, ആ പൊടി കൊച്ചിൻ്റെ വീട്ടിലോ? എന്നിട്ട് നീ പറയുന്ന എന്തോ വലിയ കാര്യം, ഇത് ഒരു പൊടി കൊച്ചിനെ കയറി പിടിച്ചിട്ട് ഇതേ കിടക്കുള്ള മക്കളെ വളർത്തുന്ന നിനക്ക് എന്ത് യോഗ്യതയടിയുള്ളത്? ആ മൂത്ത ചെറുക്ക ഇതേ കണക്ക് വരും ദിവസങ്ങളിൽ അത് വെളിയിൽ വരും. മൂത്ത ചെറുക്ക ഇതേ കണക്ക് ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, PSCയുടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവന് വേറെ പണിയൊന്നുമില്ല, പഠിപ്പിക്കാൻ നടക്കുമെന്ന് പറയുന്ന അങ്ങനൊന്നും അല്ല. PSCയുടെ സ്ഥാപനം നടക്കുന്നുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയായിട്ട് മോശമായിട്ട് പെരുമാറിയിട്ട് അവിടെ ഇതേ കണക്ക് ഇവരുടെ ഫ്ലാറ്റിലോ മറ്റോ ഒക്കെ തല്ലാനൊക്കെ ആൾ ചെന്നിരുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും. അപ്പം തിരച്ചി ഇപ്പോൾ എന്തുകൊണ്ട് ഓണമായിട്ടിരിക്കുവാണ്. തിരച്ചി ഇതേ കണക്ക് ഇപ്പം അനന്തുവിനെ പിടിച്ച് രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ അനന്തു അണ്ണാക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ അണ്ണാക്കി കൊടുത്തു. അയാൾ ലൈഫ് ഓഫ് അനന്തു ആ ചാനൽ നിങ്ങൾ പോയി കാണണം. തിരച്ചി നിർത്തിപ്പൊരിക്കുവാണ്. നിർത്തിപ്പൊരിച്ചെന്ന് പറഞ്ഞാൽ അവമാനിച്ചങ്ങ് വിടുവാണ്. താത്തച്ചീനെ കണക്ക് പട്ടീനകൾക്ക് വേണ്ടി വാദിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിൽ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പട്ടീന ബീവിയുടെ വീണ്ടും അവസ്ഥ ഇതാണ്. എന്താ ചെയ്യുക? എവിടെ പോയാലും പട്ടീന ബീവിയുടെ അവസ്ഥ ഇതാണല്ലോ ദൈവമേ എന്നുള്ളൊരിതാണ്. അങ്ങനെ പുതിയ നാമധരണം സ്വീകരിച്ച് സ്വന്തം മക്കൾക്ക് മുഹമ്മദ് നബിയുടെ പേര് വെച്ചേക്കുന്ന മുസ്ലിം വിരുദ്ധയായ ആ സ്ത്രീ, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം മുസ്ലിങ്ങളെ മുഹമ്മദ് നബിയെ പൊഴുതി പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാം മതത്തെയൊക്കെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഈ സ്ത്രീ, ഒരു സാമൂഹിക ദുരന്തമായ ഈ സ്ത്രീ സ്വന്തം മക്കൾക്ക് വെച്ചിരിക്കുന്നത് മുഹമ്മദ് നബിയുടെ പേരാണ്. ആലോചിക്കാൻ നേരത്താണ് ഇതാവും. പിന്നെ അതേ കണക്ക് അനന്തുറ്റയിൽ നിന്ന് ഈ പുതിയ പേര് എല്ലാവരും ഏറ്റെടുക്കാം. പട്ടീന ബീബി എന്നുള്ള ഈ ഒരു പേര് എന്താ പറയുക, സാക്ഷാൽ പട്ടീന ബീബിക്ക് ഒരു ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകട്ടെ. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.